അഡ്വക്കേറ്റ് DN ബാബുരാജ് അരുൺ ഗിലാഡി കൂട്ടുകെട്ടിൽ അരുണോദയം ക്രിയേഷൻസിന്റെ ബാനറിൽ TS അരുൺ ഗിലാഡി കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ച ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, പോസ്റ്റർ റിലീസ് എന്നിവ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി ലോഞ്ചിങ് റിലീസ് എന്നിവ നിർവഹിച്ചു. ചടങ്ങിൽ രമേശ് ചെന്നിത്തല ഓൺലൈനിൽ പങ്കെടുത്ത് സംസാരിച്ചു. പന്ന്യൻ രവീന്ദ്രൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ DL ബാബുരാജ് വട്ടപ്പാറ, ചെമ്പഴന്തി അനിൽ, ബിനു പള്ളിമൺ, മുകേഷ് M നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ BMS രൂപീകരണ സമ്മേളനം ഗുരുവായൂരിൽ നടന്നു. മുൻ DGP TP സെൻകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശനൻ മുഖ്യപ്രഭാഷണം നടത്തി. റിപ്പോർട്ടിലേക്ക്. ദേവസ്വം ബോർഡുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരണമെന്നും അതോടെ ദേവസ്വം ബോർഡുകളെല്ലാം കേന്ദ്ര നിയമത്തിന്റെ കീഴിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡുകളെ കേന്ദ്ര ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരും. കേന്ദ്രത്തിന് ഒരു നിയമം ഉണ്ടാക്കാവുന്നത് വളരെ സാധ്യമാണ്. ആ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ദേവസ്വം ബോർഡുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉറപ്പാക്കുന്ന നിയമം ഉണ്ടാക്കാൻ പറ്റും. അതോടുകൂടി ഈ ദേവസ്വം ബോർഡുകളെല്ലാം ആ കേന്ദ്ര നിയമത്തിന്റെ കീഴിൽ വരും. അത്തരത്തിൽ ദേവസ്വം ബോർഡുകളിൽ പകുതി അംഗങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാകുമെന്നും കൂടാതെ അംഗങ്ങളാകുന്നവർ ഈശ്വരവിശ്വാസികൾ മാത്രമല്ല ഹൈന്ദവ വിശ്വാസികൾ കൂടിയാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമം അനുസരിച്ച് അതിലെ അംഗങ്ങള് 11 15 ആകാം. പക്ഷെ 11 അംഗങ്ങളാണെങ്കിൽ 6 അംഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. 15 അംഗങ്ങളാണെങ്കിൽ 8 അംഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. നോമിനേറ്റ് ചെയ്യപ്പെടുന്നവര് ഹൈന്ദവ വിശ്വാസി, ഈശ്വര വിശ്വാസി മാത്രമല്ല ഹൈന്ദവ വിശ്വാസിയുമായിരിക്കണം. അയാള് ബിംബാരാധനയിലും വിശ്വസിക്കുന്ന ആളായിരിക്കണം. ഇനി നോമിനേറ്റ് ചെയ്യുന്ന MLA-മാർക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഉണ്ടാവേണ്ട കണ്ടീഷൻ എന്താണ്? അവരും ഈ കണ്ടീഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ദൈവവിശ്വാസമില്ലാത്ത ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ അംഗമാണെങ്കിൽ അവർക്ക് ആ ഒരു കാരണവശാലും ഇതിലേക്ക് നോമിനേഷൻ കൊടുക്കാനോ അതിനൊരു മെമ്പർ ആകാനോ സാധ്യമല്ല എന്നുള്ള കണ്ടീഷൻ കൂടി വയ്ക്കും. അങ്ങനെ വരുമ്പോൾ അതോടുകൂടി കമ്മ്യൂണിസത്തിന്റെ ഇതിലുള്ള പ്രസക്തി ഇല്ലാതാകും. പിന്നെ വിശ്വാസികൾക്ക് മാത്രമേ ഇതിൽ വരാൻ പറ്റൂ. കാരണം അവർ പാർട്ടി മെമ്പർഷിപ്പ് കളയാൻ പോകുന്നില്ലല്ലോ. ഇനി പാർട്ടി മെമ്പറായിരുന്നെങ്കിലോ ഒരു 10 വർഷം ഹിന്ദുവായിട്ട് ജീവിച്ച് സനാതന ധർമ്മത്തിൽ വിശ്വാസം തെളിയിച്ചിട്ട് മാത്രമേ ഇതിൽ നോമിനേറ്റ് ചെയ്യാനോ നോമിനേറ്റഡ് മെമ്പർ ആയിട്ടിരിക്കാനോ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്നൊന്നും കയറി ഞാൻ ഇന്ന് രാജിവെച്ചു നാളെ എനിക്ക് മെമ്പറാകാം എന്ന് ആരും വിചാരിക്കരുത്. ആ കണ്ടീഷൻ കൂടി നമ്മൾ വെക്കണം. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ BMS രൂപീകരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ DGP TP സെൻകുമാർ. ജനം, ഗുരുവായൂർ.